ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതോടെ കേരളത്തിൽ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടുന്ന വയനാട് മണ്ഡലത്തിൽ കെ സുരേന്ദ്രനായിരിക്കും സ്ഥാനാർത്ഥി. പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിയല്ല, കാരണം ഇത്തവണ കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നടക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് അദ്ദേഹത്തോട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിക്കുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലും ഏതാണ്ട് ആളായി. എന്തായാലും വയനാട്ടിലെ കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. വയനാട്ടിലെ കെ സുരേന്ദ്രൻ്റെ വരവ് മണ്ഡലത്തിലുണ്ടാക്കുന്ന സ്വാധീനം എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. എന്തായാലും ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർത്തിയായല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് കെ സുരേന്ദ്രൻ്റെ വയനാട്ടിലേക്കുള്ള വരവ്. കാടിളകുമോ? SKN കാടിളകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ കാട്ടിൽ വലിയൊരു ഒച്ചയുണ്ടാക്കാൻ വേണ്ടി, കാട്ടിൽ പ്രകമ്പനമുണ്ടാക്കാൻ വേണ്ടി, അത് ദേശീയ തലത്തിലെ പ്രചരണമാക്കി മാറ്റാൻ വേണ്ടി ഈ വയനാട്ടിലെ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ബി.ജെ.പിക്ക് സാധിക്കും. ഒരുപക്ഷെ ബി.ജെ.പിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഏറെ വൈകി പ്രഖ്യാപിക്കപ്പെട്ട ഈ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് ഉറപ്പാണ്. കാരണം സുരേന്ദ്രൻ മത്സരരംഗത്തില്ല എന്നുള്ളത് നമ്മളെ 24-ൻ്റെ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. കാരണം സംഘാടകനായി 20 മണ്ഡലങ്ങളിലും യാത്ര ചെയ്യുമെന്നുള്ളത്. പക്ഷേ എന്നാൽ 3 ദിവസം മുമ്പ് സുരേന്ദ്രനെ വളരെ രഹസ്യമായി ഡൽഹിയിലേക്ക് വിളിക്കുന്നു. ഡൽഹിയിൽ ചെന്നപ്പോൾ സുരേന്ദ്രൻ കണ്ടത് അമിത്ഷാ, JP നദ്ദ, അതുപോലെ തന്നെ BL സന്തോഷ്, ഈ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഒരുമിച്ച് സുരേന്ദ്രനോട് സംസാരിക്കുന്നു. വയനാട്ടിലെ സാഹചര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ കൃത്യമായ പ്രതിരോധവും പ്രചരണവും നടത്താൻ ആ തരത്തിലുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ ഇറക്കേണ്ടതിൻ്റെ ആവശ്യം, അതിന് ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തത് കെ സുരേന്ദ്രനെയാണ്. അതിനുള്ള കാരണങ്ങൾ, അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം വിശദീകരിച്ചുകൊണ്ട് സുരേന്ദ്രനെ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുന്ന, അതായത് കേന്ദ്ര നേതൃത്വമാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കണം. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വരണം. പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ സമൂഹം കഴിഞ്ഞാൽ ഈ ഹിന്ദു സമൂഹത്തിലെ തീയ വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണത്. അപ്പോൾ അവിടെ ഒരു സംസ്ഥാന നേതാവ് തന്നെ മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു സെക്കൻഡ് യഥാർത്ഥത്തിൽ വയനാട്ടിലേക്ക് ഈ ഇദ്ദേഹം കെ സുരേന്ദ്രൻ വരുന്നതോടെയുള്ള ഇമ്പാക്റ്റ് സംസാരിക്കുമായിരുന്നു നമ്മൾ. അതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ട് SKN അതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് പോകുമ്പോൾ ആനി രാജ പറഞ്ഞെടുത്തൊന്നും തുടങ്ങേണ്ടി വരും വീണ്ടും. അതായത് ആനി രാജയെ പോലുള്ള ഒരു ദേശീയ നേതാവിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ. സ്വാഭാവികമായും ആ മണ്ഡലം പരിശോധിച്ചാൽ അത് UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് സർവാധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. രാഹുൽ ഗാന്ധിക്ക് വിജയിക്കുക വളരെ എളുപ്പമാണ്. പക്ഷേ എന്നാൽ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വലിയ പ്രചരണം നടത്താനാണ് ഇടതുമുന്നണി ആനി രാജയെ ഇറക്കിയത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ ഇറക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ അല്പം മുമ്പ് കെ സുരേന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ആലപ്പുഴയിലെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നാളെ വയനാട്ടിലെത്തും. നാളെ വലിയൊരു റോഡ് ഷോ കൂടിയായിരിക്കും കെ സുരേന്ദ്രൻ്റെ വയനാട്ടിലേക്കുള്ള, SKN പറഞ്ഞ പോലെ കാടുപ്രദേശത്തേക്കുള്ള അങ്ങേരുടെ ഒരു രംഗപ്രവേശനം. ഏതായാലും ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നത്. ഒരുപക്ഷെ കെ സുരേന്ദ്രന് കിട്ടുന്ന ഒരു രാഷ്ട്രീയ അംഗീകാരം തന്നെയാണ് ബി.ജെ.പി നൽകുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ചിലപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രചരണം നടത്തുന്ന ഒരാളെ തോറ്റു കഴിഞ്ഞാലും കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നത് ഈ ഘട്ടത്തിൽ. കാരണം അത്രയും ഗൗരവത്തോടെയാണ് അമിത്ഷയും JP നദ്ദയും BL സന്തോഷും വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ച കാര്യം കെ സുരേന്ദ്രനോട് പറഞ്ഞത്. ഏതായാലും വയനാട്ടിലെ ചിത്രം മാറുന്നു. ഇന്ത്യയിലെ തന്നെ ഒരു താരമണ്ഡലമായി വയനാട് കെ സുരേന്ദ്രന്റെ കൂടി എൻട്രിയോടുകൂടി മാറുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.